കുട്ടനാടിന്റെ ഹരിതഭംഗിയും മലനാടിന്റെ ദൃശ്യഭംഗിയും ഒത്തുചേർന്നതാണ് മാവേലിക്കര. കൊല്ലം, ആലപ്പുഴ, കോട്ടയം എന്നീ 3 ജില്ലകളിലായി ചിതറിക്കിടക്കുന്ന മാവേലിക്കര പാർലമെന്റ് മണ്ഡലം ഭൂപ്രകൃതിയിലെ വൈവിധ്യം പോലെ തിരഞ്ഞെടുപ്പിലും വിഭിന്ന സ്വഭാവം പുലർത്തുന്നു. കൊല്ലം ജില്ലയുടെ കൊട്ടാരക്കര, പത്തനാപുരം, കുന്നത്തൂർ, ആലപ്പുഴ ജില്ലയുടെ കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കോട്ടയം ജില്ലയുടെ ചങ്ങനാശ്ശേരി എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ കൂടിച്ചേരുന്നതാണ് സംവരണ മണ്ഡലമായ മാവേലിക്കര പാർലമെന്റ് മണ്ഡലം. സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും വട്ടം കറക്കുന്ന രൂപഘടനയുള്ള മാവേലിക്കരയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രവും അതിലേറെ കുഴഞ്ഞുമറിഞ്ഞതാണ്. 1951 ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാവേലിക്കര എന്നൊരു മണ്ഡലം ഉണ്ടായിരുന്നില്ല. അന്ന് തിരുവല്ല മണ്ഡലവും കൊല്ലം മാവേലിക്കര ദ്വയാംഗ മണ്ഡലവുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 1962 തിരുവല്ല മണ്ഡലം പൂർണ്ണമായും മാവേലിക്കര മണ്ഡലമായി പരിണമിച്ചു. മണ്ഡല പുനർനിർണയം വന്നപ്പോൾ കൂട്ടിച്ചേർത്തും കൈവിട്ടും അവിയലു പരുവത്തിലായിപ്പോയി മാവേലിക്കര. തിരുവല്ല എന്ന ആദ്യ മണ്ഡലത്തിലും മാവേലിക്കര എന്ന പിൽക്കാല സീറ്റിലുമായി കോൺഗ്രസ് 10 തവണയാണ് വിജയം നേടിയത്. അതുകൊണ്ട് തന്നെ ഇടത് ആധിപത്യത്തിനേക്കാൾ കോൺഗ്രസിന് മേൽക്കോയ്മയുള്ള മണ്ഡലമാണ് മാവേലിക്കര മണ്ഡലമെന്ന് നിസ്സംശയം പറയാം. 1951 1957 മണ്ഡലം തിരുവല്ല ആയിരുന്ന കാലത്ത് കോൺഗ്രസും CPIയും മാറി മാറി അധികാരത്തിലെത്തി. 1951 കോൺഗ്രസിന്റെ CP മാത്തൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നാരായണപിള്ളയെ 68,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ വെന്നിക്കൊടി പാറിച്ചത്. 1957 CPIയുടെ PK വാസുദേവൻ നായർ 3,000-ൽ പരം വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി PS ജോർജിനെ മുട്ടുകുത്തിച്ച് ചെങ്കൊടി പാറിച്ചു. 1962 തിരുവല്ല മണ്ഡലം മാവേലിക്കരയായപ്പോൾ കോൺഗ്രസ് ആഭിമുഖ്യമുള്ള മണ്ഡലമായി മാവേലിക്കര മണ്ഡലം മാറി. തുടർന്നങ്ങോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയകാഹളത്തിന് മാവേലിക്കര മണ്ഡലം സാക്ഷിയായി. 10 തവണ കോൺഗ്രസും CPI, CPM, ASP, കേരള കോൺഗ്രസ്, ജനതാ പാർട്ടികൾ എന്നിവയ്ക്ക് ഓരോ തവണയും മണ്ഡലത്തിൽ നിന്ന് വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ജനവിധി തേടി പാർലമെന്റ് പദവിയിലെത്തിയത് കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ രാജ്യസഭാ ഉപാധ്യക്ഷനുമായ PJ കുര്യനായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 5 തവണയാണ് PJ കുര്യൻ മാവേലിക്കരയുടെ MP ആയി ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയത്. 2004 മാവേലിക്കര മണ്ഡലം ചരിത്രം തിരുത്തിക്കുറിച്ച് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏക പെൺവിജയത്തിന് സാക്ഷിയായി. 2004 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പോരാത്തതിന് നാട്ടുകാരനുമായ രമേശ് ചെന്നിത്തലയെ 7414 വോട്ടിന് പരാജയപ്പെടുത്തി വള്ളിക്കുന്നത്തുകാരിയായ CS സുജാത പെൺകരുത്തിലൂടെ ഇടതുപക്ഷത്തിന്റെ കരുത്തു തെളിയിച്ച് മാവേലിക്കരയിൽ നിന്നുള്ള ആദ്യ വനിതാ ജേതാവായി. 2009 മണ്ഡല പുനർനിർണയത്തിലൂടെ അടൂർ മണ്ഡലം ഇല്ലാതാവുകയും മാവേലിക്കര മണ്ഡലം സംവരണ മണ്ഡലമായി മാറുകയും ചെയ്തു. തുടർന്നുള്ള ഇലക്ഷനിൽ മണ്ഡലം സംവരണ മണ്ഡലമായത് കോൺഗ്രസിന് തുണയായി. സംവരണ മണ്ഡലത്തിന്റെ പേരിൽ കൊടിക്കുന്നിൽ സുരേഷ് 2009 തിരഞ്ഞെടുപ്പിൽ CPIയുടെ RS അനിലിനെ 48,000-ൽ പരം വോട്ടുകൾക്ക് പിന്തള്ളി MP കസേരയിലെത്തി. തുടർന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി വരെയായി കൊടിക്കുന്നിൽ ഉയർന്നു. 2014 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രർ ഉൾപ്പെടെ 9 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും CPI സ്ഥാനാർത്ഥി ചെങ്ങറ സുരേന്ദ്രനും തമ്മിലാണ് വാശിയേറിയ പോരാട്ടം. അടൂരിൽ കൊടിക്കുന്നിലിനെ 2 തവണ അടിയറവ് പറയിപ്പിച്ച ചെങ്ങറ സുരേന്ദ്രൻ പോർക്കളത്തിൽ എതിരാളിയായി വീണ്ടും ഒരു അംഗത്തിനെത്തുമ്പോൾ തീപാറുന്ന പോരാട്ട മത്സരത്തിനാണ് മാവേലിക്കര സാക്ഷിയാവുന്നത്. 3-ാം സ്ഥാനത്ത് BJP നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും എതിരാളി അത്ര പ്രബലനല്ല എന്നതുകൊണ്ട് തന്നെ CPIയും കോൺഗ്രസും തമ്മിലാണ് ബലാബലം പരീക്ഷിക്കുന്നത്. മാവേലിക്കര കല്ലുമല റോഡിലെ റെയിൽവേ ഓവർബ്രിഡ്ജ്, ESI മെഡിക്കൽ കോളേജ്, കുട്ടനാട് പാക്കേജിലെ അപാകതകൾ, കുടിവെള്ള പ്രശ്നം എന്നിവയടക്കം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചൂടുള്ള ചർച്ചയ്ക്ക് വെടിമരുന്നാകും. കശുവണ്ടി തൊഴിലാളികളും റബ്ബർ തൊഴിലാളികളും കുട്ടനാട്ടിലെ കർഷകരും അടങ്ങുന്ന മണ്ഡലത്തിൽ പരമ്പരാഗത തൊഴിലാളികളുടെ വോട്ട് ഏറെ നിർണായകരമാണെന്നതും വസ്തുതയാണ്. കൊടിക്കുന്നിലിന് നേരെയുള്ള ആരോപണങ്ങളും കേരള പുലയ മഹാസഭയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പും കോൺഗ്രസിന് തിരിച്ചടിയാവുമെന്നാണ് എതിരാളികളുടെ കണക്കുകൂട്ടൽ. എന്തുതന്നെയായാലും തിരഞ്ഞെടുപ്പിൽ മാവേലിക്കരയുടെ മനസ്സ് ആർക്കൊപ്പം എന്നറിയണമെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കണം. മധുരിപ്പിച്ചും കൊതിപ്പിച്ചും സ്ഥാനാർത്ഥികളെ മോഹിപ്പിക്കുന്ന മാവേലിക്കരയുടെ മനസ്സ് അവ്യക്തതകൾ നിറഞ്ഞതാണ്. അവ്യക്തതകൾ നീങ്ങണമെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കണം. ക്യാമറമാൻ മർഡോണയോടൊപ്പം ആശാ ജെ ആന്റണി, ആലപ്പി ന്യൂസ്.